നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് വലിയ ചർച്ചയായിരുന്നു. പ്രധാനമായും നമ്മുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള വി.ഡി. സതീശനെതിരെ നടത്തിയ ആരോപണങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന കുരുക്കുകൾക്കെതിരെയുള്ള കൃത്യമായ മറുപടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പോസ്റ്റ് എന്ന് പറയുന്നത്. പല കോൺഗ്രസ് നേതാക്കളും പോസ്റ്റ് ഇടാൻ മടിക്കുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം ആ സെക്കൻഡിൽ തന്നെ വരികയുണ്ടായി. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു പോസ്റ്റിന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 34,000-ലധികം ലൈക്കുകളൊക്കെ തന്നെ ആ ഒരു പോസ്റ്റിന് ലഭിക്കുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റിന് എപ്പോഴും സ്വീകാര്യതയുണ്ട്. രാഹുൽ ഇടുന്ന ഓരോ പോസ്റ്റുകളും കൃത്യമായി വരികൾക്കിടയിൽ അടക്കം വായിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റിന് താഴെ ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് രാഹുൽ നിങ്ങൾ സ്വതന്ത്രനായി മത്സരിക്കൂ എന്നുള്ളതാണ്. രാഹുൽ നിങ്ങളെ കൃത്യമായി തന്നെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ ചെയ്ത തെറ്റുകൾ അത് തെറ്റുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും അത് കോടതി ഇപ്പോൾ അംഗീകരിക്കുകയാണ്. കോടതി വിധിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾ തെറ്റുകാരൻ തന്നെ എന്ന് പറയും. പക്ഷേ നല്ലൊരു നേതാവാണ് നിങ്ങൾ, നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് നിങ്ങൾ. പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അനവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ലൊരു രാഷ്ട്രീയ ഭാവിയുള്ള ഭാവിയിൽ മുഖ്യമന്ത്രി പോലും ആവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ താങ്കൾ സ്വതന്ത്രനായി നിൽക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഒരു പക്ഷേ സ്വതന്ത്രനായി നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാവുകയാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റിൽ പോലും അദ്ദേഹം പറയുന്നുണ്ട്, വി.ഡി. സതീശൻ എന്ന വ്യക്തിക്കെതിരെ എനിക്കും നിങ്ങൾക്കും ഒക്കെ തന്നെ എതിരഭിപ്രായം ഉണ്ടാകാം എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ആ പോയിന്റിൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അതായത് ഈ വി.ഡി. സതീശൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട എന്ത് അന്വേഷണം വന്നാലും അല്ലെങ്കിൽ ഏതൊരു അന്വേഷണ ഏജൻസി വന്നാലും കുഴപ്പമില്ല, അന്വേഷിക്കട്ടെ, നല്ല കാര്യം അന്വേഷിക്കേണ്ടത് തന്നെ ചെയ്യണം. പക്ഷേ വി.ഡി. സതീശനോട് എനിക്കും നിങ്ങൾക്കും ഒക്കെ തന്നെ യോജിക്കാം, വിയോജിക്കാം, അങ്ങനെ പല തീരുമാനവും എടുക്കാം. ആ യോജിക്കാൻ വിയോജിക്കാം ആ രണ്ട് വാക്കുകളിൽ തന്നെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. വി.ഡി. സതീശൻ എടുക്കുന്ന പല നിലപാടുകളോടും കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോ മറ്റുള്ളവർക്കോ യോജിക്കാൻ സാധിക്കുകയില്ല. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തെ ആരോപണം ഉയർന്ന സമയത്ത് തന്നെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയത് അല്ലെങ്കിൽ ഈ അദ്ദേഹം കൃത്യമായി തന്നെ ഒരു പുറത്താക്കൽ നടപടി അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. അത് അന്നോളം ഇന്നോളം ഇന്നുവരെയും വി.ഡി. സതീശൻ അതിൽ നിന്നും ഒരു അണു പോലും മാറി ചിന്തിച്ചിട്ടില്ല. ആ ഘട്ടത്തിൽ തന്നെയാണ് വി.ഡി. സതീശൻ എന്ന വ്യക്തി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വി.ഡി. സതീശൻ എന്ന വ്യക്തിക്കെതിരെ നമുക്കൊരു വിയോജിപ്പും യോജിപ്പും ഉണ്ടാകും. പക്ഷേ പുനർജനി എന്ന പദ്ധതിക്കെതിരെ നടത്തുന്നത് അതൊരു ആ ഒരു വിയോജിപ്പ് എന്ന് പറയുന്ന ജനങ്ങളോടുള്ള വിയോജിപ്പാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് കൃത്യമാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ. അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, പാലക്കാട് കോൺഗ്രസ് കൃത്യമായി തന്നെ ഒരു സ്ഥാനാർത്ഥിയെ തേടുകയാണ്. രമ്യ ഹരിദാസ് വേണു, അതായത് ഈ രാഹുൽ മാങ്കൂട്ടം MLA-ക്കെതിരെ സ്ത്രീയാണല്ലോ ഒരു പരാതി കൊടുത്തത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ശക്തയായ സ്ത്രീയെ തന്നെ അവിടെ നിർത്തി നീങ്ങാനാണോ സാധ്യത? അതുമല്ല ഇനി അച്ചു ഉമ്മനെ പോലും പാലക്കാട് പരിഗണിക്കുമോ എന്നടക്കമുള്ള ഒരു സംശയവും ഒക്കെ തന്നെ ഉണ്ട്. പലരും പറയുന്നത് അച്ചു ഉമ്മനെ നിർത്തുമോ? കാരണം അച്ചു ഉമ്മൻ ഒരു ഈ തെരഞ്ഞെടുപ്പിൽ വരികയാണെങ്കിൽ തീർച്ചയായും അച്ചു ഉമ്മൻ വിജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ വളരെ നേരത്തെ തന്നെ അച്ചു പറയുന്നുണ്ടായിരുന്നു താൻ തെരഞ്ഞെടുപ്പിലോ രാഷ്ട്രീയത്തിലോ വരാൻ ഒരിക്കലും താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായി തന്നെ KSU പ്രവർത്തക കൂടിയായിരുന്നു അച്ചു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒക്കെ തന്നെ രാഷ്ട്രീയത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഉടനെ തന്നെ 2026 തെരഞ്ഞെടുപ്പിൽ തന്നെ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ പാലക്കാട് വരുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ പാലക്കാട് സ്വതന്ത്രം നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടവും അതുപോലെ തന്നെ അച്ചുവും തമ്മിലുള്ളൊരു നേർ പോരാട്ടമായിരിക്കുമോ? അതുമല്ല സന്ദീപ് വാര്യർ ആയിരിക്കുമോ പാലക്കാട് വരിക? അങ്ങനെ പലതരം ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായി മത്സരിക്കണമെന്ന ആവശ്യം ജനങ്ങൾക്കിടയിൽ ശക്തമായി തന്നെ ഉയരുകയാണ്.